ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ ഈ മാങ്ങയുടെ സീസണിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ദാ ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇനി ഈ മാങ്ങയുടെ തൊലി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തൊലി ഒന്ന് ചെത്തിയെടുക്കാം. അപ്പോൾ ഇതാ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടേക്കുന്ന മാങ്ങ ദാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാളയുടെ പകുതി ഞാൻ ചെറിയ പീസസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങയാണ്. ഞാനൊരു അരമുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങയുടെ ചിരുമിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. 2 മുളക് കൂടി നമുക്ക് എരിക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്നൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ചമ്മന്തി റെസിപ്പിയാണിത്. മീനൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.